ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂഫി രചനകളിൽ എന്നുള്ളതാണ് വിഷയം. ഇസ്ലാമിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെക്കുറിച്ചും എഴുതിയ നിരവധി രചനകളുണ്ട്. ഈ രചനകളെല്ലാം ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഭാഗമെന്ന നിലയിൽ റെഫർ ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ നമ്മൾ സൂഫി രചനകളെന്ന് പറയുമ്പോൾ ഈ രചനകളെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല. സൂഫികളായി അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ രചനകളെ കേന്ദ്രീകരിച്ചു കൊണ്ടിട്ടുള്ള സംസാരമാണ് ഞാൻ നടത്തുന്നത്. കാരണം സൂഫി എന്നുള്ള പദം ഇസ്ലാമിൻ്റെ കൽപ്പനകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളും അള്ളാഹുവിൻ്റെ കൽപ്പനകളുമെല്ലാം തർബിയത്തും തസ്കിയത്തും ആ ധാർമ്മികതയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളിനെയാണ് പൊതുവേ സൂഫി എന്ന് പറയപ്പെടുക. അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ സൂഫികളെന്ന് പൊതുവേ നമ്മൾ അറിയുന്നത് ദീനും ദുനിയാവുമായൊന്നും ബന്ധമില്ലാത്ത കുറച്ച് ആൾക്കാർക്ക് വിളിക്കുന്ന പേരായിട്ടാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. സൂഫി എന്ന് വിളിക്കുന്നത് ഇസ്ലാമുമായും അല്ലെങ്കിൽ അള്ളാഹു ശരിയാത്തുമായി തന്നെ നിരന്തരം ബന്ധമുള്ള അതിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുന്ന ആളിനെയാണ് പ്രാമാണികരായ എല്ലാ പണ്ഡിതന്മാരും സൂഫി എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രമുഖമായ ഒരു ഖൗൽ, ഒരു വാക്ക് തന്നെയുണ്ട്, ലാ ത്വരീഖ ഇല്ലാ ബിശ്ശരിഅ. ശരീഅത്തില്ലാതെ ത്വരീഖത്ത് ഇല്ല എന്ന് പറയും. നമ്മൾ ഈ സൂഫി ധാരകൾ അല്ലെങ്കിൽ സിൽസിലകൾ എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ മറ്റൊരു അറബി പേരാണ് ത്വരീഖത്ത്. ശരീഅത്തില്ലാത്ത, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ അനുസരിക്കാത്ത ഒരു വിഭാഗവും ശരിയായ മാർഗത്തിലല്ല എന്നാണ് ലാ ത്വരീഖ ഇല്ലാ ബിശ്ശരിഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആശയത്തിൽ സംസാരിച്ചവരാണ് പ്രാമാണികരായ എല്ലാ പണ്ഡിതന്മാരും. അതുകൊണ്ട് തന്നെ അവരുടെ രചനകളെയും നമുക്ക് വേണമെങ്കിൽ ഈ ചർച്ചകളിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. എന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുവേ ഇസ്ലാമിക ലോകത്ത് സൂഫികളായി അറിയപ്പെടുന്ന ആൾക്കാരുടെ പേരുദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുക. സാധാരണ ഈ സൂഫിസത്തിൽ അല്ലെങ്കിൽ തസവുഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ റോളാണ്. ഇസ്ലാമിൽ ഏത് തരത്തിലുള്ള റോളാണോ ഭാഗധേയമാണോ നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്നത് അത് തന്നെയാണ് സൂഫികളായ പണ്ഡിതന്മാരും അവരുടെ രചനകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കുന്നത്. നമുക്ക് തങ്ങന്മാരെന്ന് പറയുന്ന പദം അറിയാം. സയ്യിദുകൾ എന്നതാണ് നമ്മൾ അവരെ വിളിക്കുക. ഈ സയ്യിദ് എന്നത് ഏകദേശം എല്ലാ സൂഫി പണ്ഡിതന്മാരും ഒരു വലിയ മഹിമയോടെ കൂടി കാണുന്ന പദപ്രയോഗമാണ്. ഒരു ഘട്ടത്തിൽ, ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പാരമ്പര്യമുള്ള നമ്മൾ അഹ്ലു ബൈത്ത് എന്നാണ് അവരെ വിളിക്കുക. നബിയുടെ കുടുംബത്തിനോട് ചേർന്ന് നിൽക്കുന്ന ബന്ധമുള്ളവരെ അഹ്ലു ബൈത്ത് എന്നാണ് നമ്മൾ വിളിക്കുക. ഈ അഹ്ലു ബൈത്ത് പാരമ്പര്യമുള്ളവർ ഒരു തരത്തിൽ ഈ ഒരു ഞാൻ നബിയുടെ കുടുംബക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഭരണം സ്ഥാപിച്ച ചരിത്രം നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. 10-13 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഷെയ്ഖ് സഫിയുദ്ദീൻ അർദബീലി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം അഹ്ലു ബൈത്തിലെ സയ്യിദ് ഫാമിലിയിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൂഫി സിൽസിലയ്ക്ക് വിളിക്കുന്ന പേരാണ് സഫവിയ, ത്വരീഖ സഫവിയ എന്ന് വിളിക്കുന്ന ആ ഒരു സംഘടന. അതൊരു പഴയ സംഘടിത രൂപമാണ്. പിന്നീട് ഈ വിഭാഗം 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്നത്തെ ഇറാനിൽ ആദ്യമായി ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നുണ്ട്. നമുക്കറിയാം, ഷിയാക്കളുടെ ആശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യമായി രാഷ്ട്രം സ്ഥാപിക്കുന്നത് ഇറാനിൽ അത് സഫവിയ എന്ന് പറയുന്ന വിഭാഗത്തിലെ ആൾക്കാരാണ്. ഷാ ഇസ്മായിൽ ആയിരുന്നു അതിൻ്റെ നേതാവ്. ഇത് ഞാൻ പറയാൻ കാരണം ഇദ്ദേഹം അഹ്ലു ബൈത്തുമായി ബന്ധമുള്ള ആളാണ്. അതിന് അദ്ദേഹം പറയുന്നത് എൻ്റെ രാഷ്ട്രീയാധികാരം എനിക്ക് കിട്ടുന്നത് ഞാൻ നബി കുടുംബത്തിൽ നിന്നാണ് എന്നതും കൂടിയാണ്. അത്രത്തോളം നമ്മുടെ ഇസ്ലാമിക രാഷ്ട്രീയ ചരിത്രത്തിൽ അഹ്ലുബൈത്തിൽ ഉള്ള ഒരാളാവുക എന്നത് വലിയ സ്ഥാനമാണ്.
നമുക്ക് തന്നെ അറിയാം നമ്മുടെ കേരളത്തിലെ തങ്ങന്മാർ, അതുപോലെ തന്നെ മലായി പെനിൻസുല, ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് വിളിക്കപ്പെടുന്ന മലേഷ്യ, ഇന്തോനേഷ്യ, ബ്രൂണൈ പോലുള്ള ഭാഗങ്ങളിലെല്ലാം അവിടെയും ഈ സയ്യിദ് ഫാമിലികൾ ധാരാളമുണ്ട്. അവർ ആ ഭാഗങ്ങളിലെല്ലാം ഒന്നുകിൽ മതപരമായി നേതാക്കന്മാരാണ്, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരാണ്, സമ്പന്നരും കൂടിയാണ്. കേരളത്തിലെ തങ്ങന്മാരെ പ്രത്യേകം എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഈ 3 തരം കാണാൻ പറ്റും. ഹൈദരലി, ശിഹാബ് തങ്ങൾ, ഉമറലി തങ്ങളെല്ലാം നമ്മുടെ മതകീയ സംഘടനകളുടെ നേതാവുമാണ്. അവർ പണ്ഡിതന്മാരും കൂടിയാണ്. മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും കൂടിയാണ്. ഒരു തരത്തിൽ അവർ സമ്പന്ന വർഗത്തിൽപ്പെട്ട ആൾക്കാരും കൂടിയാണ്. ഇതെല്ലാം അവർക്ക് ലഭിക്കുന്നത് നബി കുടുംബത്തിൽ നിന്നുള്ള ആ ഒരു സ്ഥാനമാണ്, ലെജിറ്റിമസി എന്ന് പറയും. നബി കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു അധികാരം, ഒരു പവറാണ് അവർ ഈ ഒരു തരത്തിലേക്ക് എത്തിച്ചേർത്തത്. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഈ അഹ്ലുൽ ബൈത്ത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക് വലിയ സ്ഥാനമാണുള്ളത്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം മുഹീദ്ദീൻ ഷെയ്ഖ് എന്നാണ് നമ്മൾ അദ്ദേഹത്തെ കേരളത്തിൽ വിളിക്കുക. അദ്ദേഹത്തിൻ്റെ ഉമ്മായും വാപ്പയും നബി കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന ഹസനി കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് കണക്ട് ചെയ്യുന്ന ഹുസൈനി വിഭാഗത്തിലേക്കുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഹസനി അൽ ഹുസൈനി എന്ന് പൂർണ്ണമായും ചിലപ്പോൾ അറബിയിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അത്രയും സ്ഥാനം അദ്ദേഹത്തിന് ആ കുടുംബവുമായി ബന്ധമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ രചനകളിലും ഞാനിപ്പോൾ പറഞ്ഞത് ചരിത്രത്തിൽ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് എത്രത്തോളം അധികാരം ലഭിച്ചു എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഇവരുടെയൊക്കെ രചനകളിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഊർജം ലഭിക്കുന്നത്, അവർ റെഫർ ചെയ്യുന്നത് സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ്. നിങ്ങൾ മൻസൂർ ഹല്ലാജി എന്ന് കേട്ടിട്ടുണ്ടാവും. അനൽ ഹക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫിലോസഫി അദ്ദേഹം മുന്നോട്ട് വെച്ചു. നമ്മുടെ കേരളത്തിലെ വൈക്കം മുഹമ്മദ് ബഷീർ അടക്കം അനൽ ഹക്ക് എന്ന് പറയുന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ രചനകളിൽ പറഞ്ഞിരുന്നു. അത് മൻസൂർ ഹല്ലാജിൻ്റെ ഫിലോസഫിയിൽ, ചിന്തയിൽ ആകർഷണമായതുകൊണ്ടാണ്. ഇദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കിതാബ് തവാസീൻ എന്ന് പറയുന്ന ഒരു രചനയുണ്ട്, അറബിയിൽ അത് ലഭ്യമാണ്. അതിൽ ഈ ത്വാസീൻ എന്നതിൻ്റെ പ്ലൂരലാണ് തവാസീൻ എന്ന പേരിൽ അദ്ദേഹം സ്വീകരിച്ചത്. താവിൻ്റെയും സീനിൻ്റെയും പ്ലൂരൽ എന്നാണ് എൻ്റെ അർത്ഥം. ഈ 2 പദങ്ങളും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദമാണ്. അദ്ദേഹത്തിൻ്റെ കിതാബ് തവാസീനിലെ ആദ്യത്തെ ചാപ്റ്റർ അദ്ദേഹം ഈ പറയുന്നുണ്ട്, അത് ത്വാസീൻ സിറാജ് എന്നാണ്. സിറാജിൻ്റെ ത്വാസീൻ എന്നാണ്, ത്വാസീൻ എന്നാണ് പറയുന്നത്. അവിടെ അദ്ദേഹം ചില ഹദീസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് പിന്നീട് പിൽക്കാല പണ്ഡിതന്മാർ ആ ഹദീസുകൾ ദഈഫാണ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്, കുന്തു നബിയൻ വ ആദമു ബൈനൽ മാഇ വത്തീൻ. അദ്ദേഹം പറയുന്നത് ആദം അലൈഹിസ്സലാം വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും ആ ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ നബി ആയിരുന്നു എന്നാണ്. അതായത് ഞാൻ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു, ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം ആ രചനയിൽ പറയുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇദ്ദേഹം മൻസൂർ ഹല്ലാജി പരിചയപ്പെടുത്തുന്നത് അനൂറും മിൻ സിറാജിൽ ഗൈബ്, അദൃശ്യ ലോകത്തെ ആ വെളിച്ചത്തിൻ്റെ നൂറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് വെച്ചാൽ ആദം അലൈഹി സ്വലാമും ബാക്കിയുള്ള സൃഷ്ടികളൊക്കെയും ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾ, ഒരു പ്രകാശം എന്ന നിലയിലാണ് മൻസൂർ ഹല്ലാജ് അദ്ദേഹത്തിൻ്റെ കിതാബ് തവാസീൻ എന്ന് പറയുന്ന രചനയിൽ പരാമർശിക്കുന്നത്. മൻസൂർ ഹല്ലാജ് വളരെ വിവാദ നായകനാണ്. അദ്ദേഹത്തെ ചില രാഷ്ട്രീയ കാരണങ്ങളാലും കൂടി അവിടുത്തെ ഭരണാധികാരി വധിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിനെയും ഉൾക്കൊള്ളുന്ന അവരോടുള്ള പ്രേമത്തെ, അനുരാഗത്തെ വിശദീകരിക്കുന്ന ഒരുപാട് കവിതകളുണ്ട്. അദ്ദേഹം ഫഫി ഫനാഇ ഫനാ ഫനാഇ വഫി ഫനാഇ വുജിത്ത അന്ത, അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ്. അദ്ദേഹം പറയുന്നത്, എൻ്റെ ഫനാഇ, എൻ്റെ ഫനാ എന്ന് വെച്ചാൽ തസവൂഫിൻ്റെ ഭാഷയിൽ
അള്ളാഹുമായിട്ടുള്ള പ്രണയത്തിൽ ഇഷ്കിൽ അങ്ങ് ലയിച്ച് ചേരുന്നതിനെയാണ് ഫനാ എന്ന് തസവുഫിൻ്റെ സൂഫി ടേമിൽ പറയുക. അദ്ദേഹം പറയുന്നത്, ഞാൻ ആ ഫനായിൽ എൻ്റെ ഫനാ തന്നെ അങ്ങ് ലയിച്ചു പോയി. ഇങ്ങനെ ആ ഫനായിൽ ഞാൻ നിന്നെ കണ്ടു. അള്ളാഹുമായിട്ടുള്ള സംഭാഷണത്തിലാണ് ഈ കവിത അദ്ദേഹം എഴുതുന്നത്. ആ കവിതയിൽ തന്നെ മുഴുവനും ഈ ചർച്ചകളാണുള്ളത്. അതായത് അള്ളാഹുവും റസൂലുമായിട്ടുള്ള ആ അനുരാഗത്തിൽ ഞാനങ്ങ് ഇല്ലാണ്ടായി പോവുകയും എൻ്റെ ഫനായിൽ എൻ്റെ നിന്നെ പടച്ചവൻ മാത്രം ബാക്കിയാവുന്ന ഒരവസ്ഥയിലേക്കെത്തി. ഞാനും നീയുമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് നീ മാത്രമായി അവശേഷിക്കുന്ന ആ അനർഘ നിമിഷം. നിങ്ങൾ ഭാരതവി നിലയം എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവൽ അനർഘ നിമിഷമൊക്കെ വായിക്കുമ്പോൾ അദ്ദേഹം ഈ വരി ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. ഞാനും നീയുമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് നീ മാത്രമായി അവശേഷിക്കുന്ന അനർഘ നിമിഷം. അതാണ് അനൽ ഹക്ക്. അത് മൻസൂർ ഹല്ലാജിൻ്റെ ചിന്തയിൽ നിന്ന് കടമെടുത്തതാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അത്രത്തോളം ബന്ധം മൻസൂർ ഹല്ലാജും ഇദ്ദേഹം തമ്മിലുണ്ട്. ഈ ഒരു ലയിച്ച് ചേരുന്നത്, അനുരാഗത്തിൽ ലയിച്ച് ചേരുന്നത് അള്ളാഹുവും റസൂലുമായിട്ടുള്ള പ്രണയത്തിലാണ് എന്നാണ് മൻസൂർ ഹല്ലാജ് വിശദീകരിക്കുന്നത്. അതിനുശേഷം വന്ന ഒരാളാണ് ഷെയ്ഖ് ഇബ്നു അറബി. അഷെയ്ഖുൽ അക്ബർ എന്നാണ് അദ്ദേഹത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ വിശദീകരിക്കുന്നത്. മഹാനായ ഷെയ്ഖ് എന്നാണ് എൻ്റെ അർത്ഥം. കാരണം പിൽക്കാലത്തുള്ള നിരവധി പണ്ഡിതന്മാർക്ക് ഊർജമായി മാറിയ ആളാണ് ഷെയ്ഖ് ഇബ്നു അറബി. അദ്ദേഹത്തിൻ്റെ രചനകളിലെ ഏറ്റവും കൂടുതൽ വളരെ പ്രശസ്തമായ ഒരു പദപ്രയോഗമാണ് അൽ ഇൻസാനുൽ കാമിൽ, ദ പെർഫെക്റ്റ് മാൻ, പരിപൂർണനായ മനുഷ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദപ്രയോഗമാണ് അൽ ഇൻസാനുൽ കാമിൽ, കാമിലായ മനുഷ്യൻ എന്നുള്ള പദപ്രയോഗം. അദ്ദേഹവും ഇതേപോലെ നിരവധി കവിതകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ പറയുന്നത് അകവും പുറവും അള്ളാഹു എങ്ങനെയാണോ സമ്പൂർണനായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ മുഴുവനായ രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ് ഇബ്നു അറബി അൽ ഇൻസാനുൽ കാമിൽ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിച്ചത്. അതേ ചിന്ത നമുക്ക് പിന്നീട് അല്ലാമ ഇഖ്ബാലിൻ്റെ രചനകളിലും കാണാം. അദ്ദേഹത്തിൻ്റെ അസ്റാറെ ഖുദി എന്നൊക്കെ പറയുന്ന രചനകളിലും അദ്ദേഹം അൽ മർദുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ, കലന്തർ എന്നുള്ള പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം വിശുദ്ധനും സമ്പൂർണനുമായ ആളെന്ന തലത്തിൽ അല്ലായിമ്മ ഇഖ്ബാൽ അടക്കമുള്ള ഇന്ത്യൻ പണ്ഡിതന്മാരും ഇബ്നു അറബിയുടെ ചിന്തകളെ പിൻപറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാമർശിക്കുന്നത് കാണാം. അതിനുശേഷം വന്നൊരു പണ്ഡിതനാണ് മൗലാന റൂമി. അദ്ദേഹം ഒരുപക്ഷെ യൂറോപ്യൻ നാടുകളിലും ഇന്ത്യയിലുമെല്ലാം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ആളാണ്. ചില ആൾക്കാർ എന്തെങ്കിലും കവിത എഴുതിയ റൂമി എഴുതിയതാണെന്നും പറഞ്ഞ് വാട്സപ്പ് ചാറ്റുകളിലും ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് കാണാം. റൂമി അറിഞ്ഞിട്ട് പോലുമില്ലാത്ത കവിതകളാണ് പലപ്പോഴും റൂമിയുടെ പേരിൽ പറയുന്നത്. ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് മൗലാന റൂമിയുടെ രചനകളിലെ ഇസ്ലാമിനെ മാറ്റിവെച്ച് അദ്ദേഹം വെറും ഒരു പ്രേമ കവിത എഴുതിയ ഒരാളായി മാത്രം യൂറോപ്യൻ നാടുകൾ അതിനെ ചിത്രീകരിച്ചു. അള്ളാഹുവിനെയും റസൂലിനെയും പരാമർശിക്കുന്ന ചിന്തകൾ മാറ്റിവെച്ച് വെറും ഒരു പ്രേമം, അനുരാഗം, ഇഷ്ക് വർത്തമാനം പറയുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ മാറ്റിവെച്ചു. സൂഫി രചനകളിൽ ഇഷ്ക് എന്നുള്ള പദത്തിന് രണ്ട് തരത്തിലാണ് ഉപയോഗിക്കുക. ഇഷ്ക് എന്നത് അനുരാഗം എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആനിൽ നമുക്ക് ഇഷ്ക് എന്നുള്ള പദം കാണുവാൻ കഴിയില്ല. ഖുർആൻ നമുക്ക് ഹുബ്, മഹബത്ത്, യുഹിബ്ബു എന്നൊക്കെ പറയുന്ന ഹുബിൻ്റെ വിവിധ രൂപങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ സൂഫി പണ്ഡിതന്മാർ അള്ളാഹുമായിട്ടുള്ള അനുരാഗത്തെ, പ്രണയത്തെ ഉപയോഗിച്ച പദം ഇഷ്ക് എന്നുള്ള പദമാണ്. കാരണം അതിന് എക്സ്ട്രീം പ്രോക്സിമിറ്റി, ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന പ്രണയാനുരാഗം ഉള്ള ഒരു ആശയം ഇഷ്ക് എന്നുള്ള പദത്തിനുണ്ട്. അതാണ് മൗലാന റൂമി അടക്കമുള്ള പണ്ഡിതന്മാർ ഉപയോഗിച്ചത്. അദ്ദേഹം പറയുന്നൊരു വർത്തമാനമുണ്ട്, ദാവ ഇഷ്ക് കർദൻ ആസ്വാനാസ്ത് ലേക്കിൻ ഓൺറ ദലീലോ ബുർഹാനാസ്ത്. അദ്ദേഹം പറയുന്നത് ഇഷ്കിലാണ്, ഞാൻ പ്രണയത്തിലാണ് എന്ന് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അതിന് തെളിവെവിടെ? ലേക്കിൻ ഓൺറ ദലീൽ ബുർഹാൻ എവിടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ഞാൻ വലിയ മുസ്ലിമായി ജീവിക്കുന്നു എന്ന് പറയാൻ, ഞാൻ വലിയ മുഅ്മിനാണ്, റസൂലിനെ
ഭയങ്കര ഹുബ്ബുർ റസൂൽ പറയുന്ന ആളാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളാണ് എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അതിന് തെളിവുണ്ടോ എന്നാണ് മൗലാന റൂമി ചോദിക്കുന്നത്. അതാണ് ലേക്കിൻ ആൻഡ്ര ദലീലോ ബുർഹാനസ്ത് എന്ന പദം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സയ്യിദ് സർഹിന്ദി ഇന്ത്യയിലെ മുജദ്ദിദെ അൽഫസാനി എന്ന് വിളിക്കുന്ന വലിയ പ്രമുഖനായ പണ്ഡിതൻ. അദ്ദേഹം ദീന ഇലാഹി എന്ന് പറയുന്ന അക്ബർ ഉണ്ടാക്കിയ പുതിയ മത സംവിധാനത്തെ ഇല്ലാതാക്കിയ പണ്ഡിതനാണ് സയ്യിദ് അഹമ്മദ് സർഹിന്ദി. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പരിഷ്കരണത്തിന് തുനിഞ്ഞത്? നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഓൾറെഡി ഇസ്ലാം ഉണ്ട്, അക്ബർ ജന്മനാ മുസ്ലിമാണ്, മുസ്ലിം ഭരണകൂടമാണ് മുഗൾ ഭരണകൂടം. പക്ഷെ എന്നിട്ട് പോലും അക്ബർ ഉണ്ടാക്കിയ ഒരു ഹിന്ദു ക്രൈസ്തവ മുസ്ലിം ആചാരങ്ങളുടെ ഒരു സങ്കലനമാണ് ദീന ഇലാഹി. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാം എന്നുള്ള ഒരു ആശയത്തിലൊക്കെയാണ് അയാളത് രൂപീകരിച്ചത്. അയാളുടെ കൂടെ അന്ന് കുറേ സൂഫികളും കൂടി അയാളെ സഹായിക്കാനുണ്ടായിരുന്നു. പക്ഷേ സയ്യിദ് അഹമ്മദ് സർഹിന്ദി അദ്ദേഹം അതിനെ എതിർക്കുകയാണ് ചെയ്തത്. കാരണം അത് ശരീഅത്തിന് വിരുദ്ധമാണ്, അത് നബി പഠിപ്പിച്ചതല്ല. നബിയോട് സ്നേഹമുണ്ടെങ്കിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്നുവെങ്കിൽ, ശരീഅത്തിനെ അംഗീകരിക്കുന്നുവെങ്കിൽ അത് ദീന ഇലാഹി എന്നത് അനിസ്ലാമികമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞ അങ്ങനെ പോരാടിയ ആളാണ് സയ്യിദ് അഹമ്മദ് സർഹിന്ദി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മുജദ്ദിദെ അൽഫസാനി, 2-ാം നൂറ്റാണ്ടിലെ സഹസ്രാബ്ദത്തിലെ മുജദ്ദിദ്, പരിഷ്കർത്താവ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മക്തൂബാത്തും മൽഫൂസാത്ത് എന്ന് പറയുന്ന 2 തരം രചനകളുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഭരണകർത്താക്കൾക്കുമൊക്കെ എഴുതിയ ലെറ്ററുകളുടെ കളക്ഷനാണ് മക്തൂബാത്ത്. അതുപോലെ തന്നെ മൽഫൂസാത്ത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളുടെയും മറ്റിൻ്റെയും കളക്ഷനാണത്. ഇതിൽ 2ലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളുണ്ട്. അതുപോലെ തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇലാഹിയത്തുമായി ബന്ധപ്പെട്ട തഹ്ലീൽ, ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിയാധാരത്തെക്കുറിച്ചും ശരീഅത്തിനെക്കുറിച്ചും സംസാരിക്കുന്ന നിരവധി ചെറിയ ചെറിയ പാംലെറ്റുകൾ, ബുക്ക്ലെറ്റുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ സമാഹാരത്തിൽ നമുക്കിന്ന് കാണാം. അതിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാം. മറ്റൊന്നാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ചിന്ത പിൻപറ്റിയ ഷാവുലിദ ദഹ്ലവി. 18-ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട പണ്ഡിതനാണ്. ഷാവുലിദ ദഹ്ലവിയെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു പണ്ഡിതനാണ്. ആദ്യമായി പേർഷ്യനിലേക്ക് ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ. ഖുർആൻ മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് കരുതിയിരുന്ന സമയത്ത് മറ്റു ഭാഷയിലേക്ക്, പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് ഷാവുലിദ ദഹ്ലവി. അതുപോലെ തന്നെ ഹദീസ് എന്ന് പറയുന്നത് എന്തും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുന്തു നബിയൻ വ ആദമു ബൈനൽ മാഇ വത്തീൻ, ഇങ്ങനെ ആദമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ലൈഫായ ഹദീസുകളെല്ലാം അപ്പടി വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തിൽ ഹദീസിനെ എങ്ങനെ സമീപിക്കണമെന്നും ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് വെക്കേണ്ടതെന്നും, അതുപോലെ തന്നെ നമ്മൾ 2 മദ്ഹബുകൾക്കിടയിൽ, 2-3 മദ്ഹബുകൾക്കിടയിൽ എങ്ങനെയൊക്കെയാണ് ബാലൻസ് ചെയ്ത് പോവേണ്ടതെന്നൊക്കെ പറഞ്ഞ എഴുതിയ ബുക്കമാണ് അൽ ഇൻസാഫ് എന്ന് പറയുന്ന രചന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ് ഹദീസ് സാഹിത്യത്തെ സംരക്ഷിക്കുവാൻ അദ്ദേഹം ഈ വർക്ക് ചെയ്തത്. അതിന് പേരാണ് കിതാബുൽ ഇൻസാഫ്. നിങ്ങൾ അനിവാര്യമായി വായിക്കേണ്ടതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് IPH അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ അനിവാര്യമായും ഹദീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നല്ല രീതിയിൽ ആഴത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് കിതാബുൽ ഇൻസാഫ് എന്ന് പറയുന്ന രചന. അത് ഷാവുലിദ ദഹ്ലവിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാമ ഇഖ്ബാലും ഇതുമായി നിരവധി വർത്തമാനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അവസാനമായി മൗലാന മൗദൂദിയും സൂഫിസവും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. മൗലാന മൗദൂദിയുടെ വല്ലിപ്പ, അദ്ദേഹം മൗദൂദിയ ത്വരീഖത്തിൻ്റെ ഷെയ്ഖാണ്. അതായത് സയ്യിദ് മൗദൂദ് അച്ചിഷ്ത് എന്ന് പറയുന്ന ആളാണ് ആദ്യമായി ഈ ഇന്ത്യയിലെത്തുന്ന ഒരാൾ. ചിഷ്തി ത്വരീഖത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് ഉള്ള ആളാണ് സയ്യിദ് അബുൽ-ആല മൗദൂദി. മൗദൂദി സാഹിബിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരും സയ്യിദ് അബുൽ-ആല മൗദൂദി എന്ന് തന്നെയാണ്.
അത് ചിഷ്തി ത്വരീഖത്തിൻ്റെ ഒരു സബ് ബ്രാഞ്ചാണ് മൗദൂദിയ ത്വരീഖത്ത്. പക്ഷേ മൗലാന മൗദൂദി അതിനെ ആദ്യകാലങ്ങളിൽ ഇതൊക്കെ ഫോളോ ചെയ്തിരുന്നെങ്കിലും പിന്നീട് സ്വതന്ത്രമായി മാറുകയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിങ്ങൾ ഇസ്ലാം മതം എന്നുള്ള രചന വായിക്കുകയാണെങ്കിൽ, മബാദിഉൽ ഇസ്ലാം എന്ന് പറയുന്ന അറബി ഇസ്ലാം മതം എന്ന് പറയുന്ന രചനയിൽ മൗലാന മൗദൂദി തസവുഫിനെ ആഴത്തിൽ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഒരു ആത്മീയമായ ഉയർച്ചയ്ക്ക് തസവുഫ് അനിവാര്യമാണ് എന്ന് പറയുന്ന വർത്തമാനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളുണ്ട്. അതുപോലെ തന്നെ മൗലാന മൗദൂദിയുടെ റസായിലോ മസായിൽ, ചോദ്യോത്തരം എന്ന് പറയുന്ന ഒരുപാട് വാള്യങ്ങളുള്ള ബുക്കുണ്ട്. അതിൽ അദ്ദേഹം ഇങ്ങനെ തസവുഫുമായി ബന്ധപ്പെട്ട നിലപാട് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് 3 നിലപാടാണ് ഉണ്ടാവേണ്ടത്. ഒന്ന്, ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിനെയും അതേപടി അനുഗമിക്കുന്ന ആൾക്കാരായ സൂഫികളെ തീർച്ചയായും നമ്മൾ പിൻപറ്റണം. 2, ചില ആൾക്കാരുടെ ക്രിട്ടിക്കൽ നിലപാട് സ്വീകരിക്കണം. മുഴുവനും മോശമല്ല, എന്നാൽ ചില കാര്യങ്ങൾ മോശമാണ്. 3ാമത്തെ വിഭാഗം പരമാവധി ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയ ആൾക്കാരാണ്. അവരുടെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തണം എന്ന് പറയുന്ന ഒരു 3 നിലപാട് മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ ഫത്വകളിൽ പറയുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം ആ ഒരു സൂഫി ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നു മൗദൂദി സാഹിബിനും. അതുപോലെ തന്നെ മൗദൂദി സാഹിബിന് സീറത്തെ സർവറെ ആലം, ഒരുപക്ഷെ മലയാളത്തിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടുള്ള ചെറിയൊരു രചനയുണ്ട്. അതുപോലെ തന്നെ സുന്നത്തിക്ക് ആയിനെ ഹൈസിയത്ത്, സുന്നത്തിൻ്റെ പ്രാമാണികത എന്ന് പറയുന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ രചനകളുണ്ട്. അതുപോലെ വേറെയും ഷിബിലി ന്യൂമാനി അടക്കമുള്ള, അലീമിയാൻ അബുൽ ഹസൻ അലി നദവി അടക്കമുള്ള, അഷ്റഫ് അലി സാനവി, മുഹമ്മദ് റിസാ ഖാൻ, അങ്ങനെ നിരവധി ഇന്ത്യൻ പണ്ഡിതന്മാരും സൂഫി ഓറിയൻറ്റേഷൻ തന്നെയുള്ള പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും വിശദമായി തന്നെ രചിച്ചിട്ടുണ്ട്. ഈ പേരുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതെല്ലാം നിങ്ങൾ ആഴത്തിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് നല്ലൊരു ചിത്രം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഈ സൂഫികൾ എന്ന് തന്നെ അറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ രചനകളിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിത്രീകരിക്കുന്നത് എന്നും കൂടി പഠിക്കാൻ ഈ പേരുകൾ, ഞാൻ പരാമർശിച്ച പേരുകൾ നിങ്ങൾക്ക് ഉപകരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.